മങ്കൊമ്പ് സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ സാധാരണഗതിക്ക് ഒരു ഗാനരചയിതാവ് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന് മാത്രമായിരിക്കും അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുക. പക്ഷേ സാറിൻ്റെ പണ്ടത്തെ ഒരുപാട് മഹാരഥന്മാരുമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുണ്ടെങ്കിലും ഈ ഒരു അടുത്ത കാലത്ത് നമ്മൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഒരു സിനിമയുടെ സമസ്ത മേഖലകളിലും വർക്ക് ചെയ്യുന്ന, സിനിമയുടെ ഏതൊക്കെ മേഖല, ഡബ്ബിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ലിറിക്സ് ആണെങ്കിലും എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ വലിയ പ്രൊജക്റ്റുകൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തി എന്നുകൂടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഈ ഒരു ചടങ്ങിന് വന്നത്. ഒരു ഗാനരചയിതാവുമ്പോൾ കുറച്ച് പാട്ടുകാരും കുറച്ച് പ്രൊഡ്യൂസറും ഡയറക്ടറും മതി, അതല്ല, സിനിമയുടെ സമസ്ത മേഖലയിലുള്ള ആൾക്കാരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ഏറ്റവും നല്ല സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് അതിൻ്റെ ലിറിക്സ് എഴുതി അതിൻ്റെ ഡയലോഗ് എഴുതി എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഏതെങ്കിലും രണ്ടുപേരും പോവാറ്? അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പം ഡബ്ബിങ് മൂവീസ് തന്നെ ഞാൻ തന്നെ ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര വളരെയധികം പോപ്പുലറായിട്ടുള്ള പാട്ടുകളില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നത് നാടൻ പാട്ടിൻ്റെ മടിശീലക്കിലും നാട്ടിൻ പുറമൊരു യുവതി, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ ജീവപ്രപഞ്ചത്തിനാധാരമൂർത്തി, അത് ഡിവോഷൻ, വളരെ ഹിറ്റായിട്ടുള്ള പാട്ട്. പിന്നെ ഈ പറഞ്ഞ ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ ബ്രഹ്മാണ്ഡ സിനിമകളിലൊക്കെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ, അതല്ലാതെ തന്നെ ഈ ചാനലിന് വേണ്ടിയൊക്കെ ചെയ്തതിലൊക്കെ ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരു സോങ് ഞാൻ അദ്ദേഹത്തിൻ്റെ അല്ലാതെ പാടിയിട്ടുള്ളത് എൻ ശങ്കരൻ നായർ സാറിൻ്റെ പഴയ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു അതിൽ ഇദ്ദേഹം എഴുതി രാജാമണിയായിട്ട് മ്യൂസിക് ചെയ്ത് ഞാനും ബിന്ദുവും കൊണ്ട് ചെന്നൈയിലൊരു കുട്ടിയായിട്ട് ഒരു പാട്ട്, നല്ലൊരു പാട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ പാട്ട് സിനിമ വന്നില്ല പുറത്ത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതും കൂടെ ചെയ്തിരുന്നു. ഒരുപാട് സന്തോഷം അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതിലും. അദ്ദേഹത്തിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് ഒരു ഗാനരചയിതാവോ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ മാത്രമല്ല, സിനിമയുടെ തന്നെ മൊത്തം മേഖലയിൽ തന്നെ ഒരു വലിയ ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്.